ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ട്രെയിൻ യാത്ര. ഗൈസ്, അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് റൂമിൽ തന്നെയാണ്. 2 ദിവസമായി ലീവാണ്. പുറത്ത് അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പോൾ ഏടിയും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം ഇന്ന് കുറച്ചൊരു തെളിവ് കാണുന്നുണ്ട്. ഇനി മഴ വരുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. മഴ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മഴയാണ്, അത്രയും കട്ടിക്കാണ് പെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറുങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് ചോദിച്ചു. ഞാനുണ്ട്, നമ്മളെ ബ്രോ ഉണ്ട്, പ്രവീൺ ബ്രോ. അപ്പോൾ രണ്ടാളും കൂടെ എങ്ങനെയൊന്ന് പുറത്തേക്കെല്ലാം പോയിട്ട് അടിച്ചു പൊളിക്കാന്നെല്ലാം വിചാരിക്കുന്നു. എന്താവും അവസ്ഥ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രവീൺ ബ്രോ. അപ്പോൾ പ്രവീൺ ബ്രോ ആണ് നമ്മളിപ്പോൾ ഇന്നുള്ളത്. ക്യാബ് ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് പറഞ്ഞത്. പിള്ളേരെല്ലാം മഴയത്ത് നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇന്ന് ലീവാണല്ലോ, എല്ലാവരും. മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ട്. എന്താവും എന്തോ. നമ്മൾ എലിഫൻറ്റ് കേവ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ബ്രോനോട് ചോദിച്ച സമയത്ത് എലിഫൻറ്റ് കേവിൽ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് ഊബറിലാണ് മറ്റോ ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു. വണ്ടിയിൽ തല്ലിപ്പൊളി വണ്ടിയാണ് ഇത്. പഴയ നമ്മുടെ നാട്ടിലെ വാഗണറില്ലേ, വാഗണർ തന്നെയാണ് ടാക്സി ആയിട്ട് ഓടുന്നത്. എന്തായാലും നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം 25 മിനിറ്റും കൂടെ പോകാനുണ്ട്. ഇന്ന് കുറച്ച് ട്രാഫിക് കിട്ടി, പക്ഷേ ഇപ്പോഴങ്ങനെ വലിയ ട്രാഫിക് ഒന്നുമില്ല. സൺഡേ ആയതുകൊണ്ട് റോഡെല്ലാം നല്ല കാലിയാണ്. അതുപോലെ തന്നെ അപ്പോൾ വീണ്ടും വയ്യുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. നല്ലൊരു ചെറിയൊരു തുരങ്കത്തിലേക്കാണ് തോന്നുന്നത് കയറുന്നത്. കുതിരാൻ തുരങ്കം പോലെയാന്ന് തോന്നുന്നു. പക്ഷെ ചെറിയൊരു ടണലാന്ന് തോന്നുന്നു, വലിയ ടണൽ. कितने किलोमीटर है? This approx it will almost take like within 10 minutes. अच्छा, वो लंबा वाला? No, it's not that long. Like 10 minutes it will close. हाँ, ഇതിൻ്റെ അറ്റം കണ്ടു. വലിയ ഒന്നല്ല, ഏകദേശം ഒരു 500-600 മീറ്റർ ഉണ്ടാവുമായിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എലിഫൻറ്റ് കേവ് എന്ന് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളെ പയ്യെ മുമ്പിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാർ കാണുന്നുണ്ട്. ശരിക്കും നോക്കി നടന്നിട്ട് വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ചളിയുണ്ട് അത്യാവശ്യം. നമ്മളെ മറ്റേ തൊണ്ടക്കരലെല്ലാം വെക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പേര് പറയാൻ അറിയില്ല, എല്ലാ നാട്ടിലൊന്നും ആയിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ തൊണ്ടക്കരലെന്നാ പറയല്. പിന്നെ അതാണ് കുൽഫിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് എന്ന അവസ്ഥ ഒന്നും അറിയില്ല, ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കണം എന്തായാലും. എത്ര മണി വരെയാണ് ലാസ്റ്റ് ബോട്ടുള്ളതെന്നൊന്നും അറിയില്ല. അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. നമ്മൾ പുറത്ത് ചോദിച്ച സമയത്ത് ഉള്ളിലാണ് ടിക്കറ്റ് കിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റിൻ്റെ സ്ഥലമെല്ലാം അങ്ങോട്ടും എപ്പോൾ മാറിക്കൊണ്ട് നിൽക്കുന്നതാണ് ഇവിടെ ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെന്താ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇവിടെ നിന്നൊന്നും കാണുന്നില്ല. ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടോ. ഇതാണ് സംഭവം. അത് ഫോട്ടോ എടുക്കാനുള്ള ഇങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്ര അതിൻ്റെ പൈസ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, നമുക്ക് ഫോട്ടോ വേണ്ടാത്തതുകൊണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതാണ് താജ്മഹൽ ഹോട്ടൽ. ഞാൻ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിലാണ് സംഭവം.
നല്ല ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ ടിക്കറ്റ് നോക്കിയിട്ട് മുമ്പോട്ട് നടക്കുന്നത്, എവിടെയാണ് ടിക്കറ്റ് എടുക്കലെന്നൊന്നും അറിയില്ല. ഏകദേശം നോക്കി നടക്കുന്നുണ്ട്. കൗണ്ടർ ആടെയൊന്നും കാണുന്നുണ്ട്, ഇനി ആടെയാണോ എവിടെയാണെന്ന് അറിയില്ല. ഭയ്യക്കും അറിയില്ല, എനക്കും അറിയില്ല. ഭയ്യ പക്ഷെ മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് പോലും. ആ സമയത്ത് പുറത്തുനിന്ന് എടുത്തിനെന്ന് പറഞ്ഞേ, പക്ഷെ അവിടുന്ന് ചേഞ്ച് ആയെന്നാണ് ഇപ്പോൾ ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത്. ഗൈസ്, അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് പാളി. അതായത് ഇവിടെ ബോട്ട് സർവീസ് ഇന്നില്ല. അപ്പം മഴേൻ്റെ കാരണമായതുകൊണ്ട് ബോട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ താജ്മഹൽ ഹോട്ടലും കാണാൻ പറ്റി, അല്ല താജ് ഹോട്ടലും കാണാൻ വേണ്ടി പറ്റി. എന്തെങ്കിലും നോക്കണം നമുക്ക്, ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും നോക്കണം. ഒരുപാട് ഷിപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ലോങ്ങിൽ. നമ്മളെ കക്കിരിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുക്കുംബറൊക്കെ വിൽക്കുന്ന കാണുന്നുണ്ട്. ആ, നമ്മളിവിടെ ഏടെ വന്നാലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബേർഡ്, അതായത് നമ്മളെ പ്രാവില്ലേ, കബൂത്തർ. ഇതിന് സംരക്ഷിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ആടുന്ന ഇനി അടുത്ത സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. വേറെ ഏതെങ്കിലും സ്ഥലം നോക്കണം. എന്തായാലും ഇവിടുത്തെ പണിപാളി നോക്കാം. നമുക്കിനി വേറൊരു ദിവസം വരാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാം. എന്തായാലും ഇനി അടുത്ത സ്ഥലം ഏതാണെന്ന് നോക്കാം. പക്ഷെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചിലപ്പം ഈ ബോട്ടിൻ്റെ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പോഷ് ഏരിയ തന്നെയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഷെയർ ടാക്സിയിലേക്ക് പോവുകയാണ്. ഷെയർ ടാക്സി ആണെന്ന് തോന്നുന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഞാനും പയ്യൻ കൂടെ ഇതിൽ കയറി. എന്തായാലും അടുത്ത സ്ഥലം അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ പഴയ മുംബൈയിലെ, ഇതാണ് യഥാർത്ഥ മുംബൈ എന്നാണ് പറയുന്നത്. അതിലേക്കൂടെ ഇങ്ങനെ യാത്ര പോയത്. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല മോഡലിൽ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. കുറേ എണ്ണത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. ചെറിയൊരു ട്രാഫിക് കിട്ടി, ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഷെയർ ടാക്സിയിലാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നത്. അവിടുത്തെ ഇതൊന്നും നടക്കാത്തതുകൊണ്ട് മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ യെല്ലോ ടോപ്പില്ലേ, യെല്ലോ ആൻഡ് ബ്ലാക്ക്, ആ ടാക്സിയിലാണ് പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മറൈൻ ഡ്രൈവിലേക്ക് വരുന്നത്. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളിലുണ്ട്. നല്ല ഡബിൾ ടക്കർ ബസ്സും ഒക്കെ. ഏതിൻ്റെ ആണോ സ്വിച്ച്, ഏതോ കമ്പനിയുടെ സ്വിച്ച്. അങ്ങനെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി. ഇവിടെ ഒരു സെക്യൂരിറ്റി പോയിൻ്റെല്ലാം കാണുന്നത്, അതായത് പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. അതെല്ലാം ഇതൊക്കെ കാണുന്നുണ്ട്. നല്ല കാറ്റായ സൗണ്ട് കേൾക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കിയിട്ട് നടക്കുമെന്ന്. സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സിഗ്നൽ കുച്ചിലയ്യേ, സിഗ്നലും അങ്ങനെ ഇതൊന്നുമില്ല. ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളാം. പഴയ ടാറ്റേൻ്റെ ഒരു ബസ്സൊക്കെ നോക്കറ. ഇവിടെ അതേണക്ക് തന്നെ കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഒരു പണിയില്ലാത്തവരിങ്ങനെ ഇരിക്കുന്നതാന്ന് തോന്നുന്നു, നമ്മളെ പോലെ തന്നെ. ഇതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഹിന്ദി വായിക്കാൻ അറിയാത്തുണ്ടെന്ന് തിരിയേണ്ട ഇതിപ്പോൾ. ഇത് നമ്മളെ ഫ്ലഡ് ലൈറ്റ് കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ദുബായിലെ മുംബൈയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം, വെങ്കട സ്റ്റേഡിയം, അങ്ങനെ എന്തോ ക്രിക്കറ്റും കാര്യങ്ങൾ നടക്കുന്ന സ്റ്റേഡിയം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ കടലിളകി നിൽക്കുന്നുണ്ട്. ഒരുപാട് നമ്മളെ കല്ലുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മളെ തിരയടിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇങ്ങോട്ടേക്ക് വേവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഞണ്ടുകളൊക്കെ ഇങ്ങനെ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കടൽ ഞണ്ടുകൾ ഒരുപാടുണ്ട് അവിടെ. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ ഒരുപാട് കാണുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ആളൊഴിഞ്ഞൊരു സ്ഥലം നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഇപ്പോൾ ഒന്നും പരിപാടിയൊന്നും ഇല്ല. വേറെ എവിടെ അങ്ങനെ കാണാനായി ഇതൊന്നും ഇല്ല. പക്ഷേ മഴ അത്യാവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന മൊബൈൽ എങ്ങാനും താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ പണിയും കിട്ടി. ഇങ്ങനെ കാറ്റും കൊണ്ട് ഇവിടെ ഇരുന്നോളൂ. അല്ലാണ്ട് വേറെ ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ. എൻ്റെ തല അങ്ങ് കാണാൻ പറ്റുന്നില്ല, അത്രക്കും ദൂരത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ കാലം നീട്ടി മറ്റേ തിരമാലേൻ്റെ ഇത് ആഘോഷിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ മറൈൻ ഡ്രൈവിലെ ദർശനം പൂർത്തിയാക്കി हम लोग जा रहा है ना दूसरा जगह ढूंढ के जा रहा है. അടുത്ത സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണ്. ലോക്കൽ ട്രെയിൻ കയറിയിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. അപ്പം വയ്യ ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. നമ്മൾ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ നാം ചർച്ച് ഗേറ്റ് അവിടെയുള്ളത്. നമ്മൾ പോകാനുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. टिकट എടുക്കുന്ന സിസ്റ്റം തോന്നുന്നു നല്ലത്. टिकट यहाँ से कर सकता है? अच्छा हाँ स्मार्ट टिकट സിസ്റ്റം ആണ് പോലും. നമ്മൾ ടിക്കറ്റ് എടുത്തു. സ്മാർട്ട് അതായത് സ്മാർട്ട് ഗേറ്റിൻ്റെ ആ സിസ്റ്റം ഇല്ലേ, അത് എന്തോ ചെറിയൊരു എറർ ഉണ്ടായതുകൊണ്ട് നേരെ പോയി കൗണ്ടറിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി. വലിയ ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഉള്ളിൽ തന്നെയാണ് ഇൻഡോറാ സംഭവമൊക്കെ. ഒരു ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്നുണ്ട്. ഇലക്ട്രിക് ട്രെയിനാണെന്ന് തോട്ടാ. ഒരു ട്രെയിൻ ഇവിടെ വരുന്നുണ്ട്. ഒരു ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏത് ട്രെയിനിലാണ് പോകേണ്ടതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഇവിടെ വന്ന് നേരെ ഇവിടെ മുട്ടി നിൽക്കുന്നു. നമുക്ക് ഈ ട്രെയിൻ തന്നെ കയറേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്ന് നിന്നതേ ഉള്ളൂ. ഇതാണ് ചർച്ച് ഗേറ്റ്, അതായത് റെയിൽവേ സ്റ്റേഷൻ ബോംബെയിൽ. നമ്മളിന്ന് ലോക്കൽ ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ട്രെയിൻ കേട്ടോ. ലോക്കൽ ട്രെയിനാണ്. നമ്മൾ ലോങ് പോകുന്നതല്ല, ഈ സിറ്റിക്ക് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ കയറാം. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മുടെ സാധാ ട്രെയിനിൽ കാണുന്നതൊക്കെ മറ്റേ കുഷ്യൻ സീറ്റൊന്നുമല്ല, ഇതുപോലുള്ള സീറ്റുകളാണ്. ഏകദേശം ട്രെയിനിൽ പോകാനായി തോന്നുന്നു. നമ്മൾ ഓടി ട്രെയിനിൽ കയറാം. ഇനി ട്രെയിനിൽ കയറിയിട്ടാണ് കേട്ടോ. ഓ ഇതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് നമ്മളെടുത്തത്. ആരുമില്ല ഇപ്പം, നിലവിൽ ആരുമില്ല. നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. हम लोग दो ही है ना. किधर बैठो? हाँ किधर. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ആകെ രണ്ട് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കാലിയാണ്, ആൾക്കാർ ഫില്ലാവും തോന്നുന്നു. അങ്ങനെ നമ്മളെ ട്രെയിൻ മൂവായി തുടങ്ങി. ചെറുങ്ങനെ മൂവായി തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്ക് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല. എന്നാലും ഏകദേശം നമുക്ക് 20 മിനിറ്റ് മറ്റോ എടുക്കും ഇവിടുന്ന് അവിടത്തേക്ക് എന്നാണ് പറഞ്ഞത്. നമ്മളെ സ്റ്റേഷനിലേക്ക് 25 മിനിറ്റ് മറ്റോ എടുക്കുന്ന പറഞ്ഞത്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. स्टेशन हाँ अच्छा टेढ़ा. അടുത്തൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മറൈൻ ലൈൻ. ഇവിടുന്ന് അത്യാവശ്യം കയറാൻ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലേ.
ഗൈസ് ഈ സ്റ്റേഷൻ്റെ പുറകെ സൈഡിലെ മറ്റാണ് നമ്മളെ കാമാത്തിപുരം അല്ലേ, കാമാത്തിപുരം റെഡ് ലൈറ്റ് ഏരിയ, അതാണെന്നാണ് പറയുന്നത് നമ്മളെ ഭായി പറയുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. ചാർണി റോഡൊക്കെയാ, ചാർണി റോഡ്. ഗൈസ് ഈ സ്റ്റേഷൻ്റെ ഏകദേശം പുറകിലാമറ്റാണ്, ഉള്ള ഏരിയയിലാമറ്റാണ് ധാരാവി വരുന്നതെന്ന് പറയുന്നത് കേട്ടെ. ഏകദേശം ഈ ഏരിയയിലാമറ്റാണ് ധാരാവി എന്നാണ് ബ്രോ പറഞ്ഞത്. മഹിം ജംഗ്ഷൻ ഇതിൻ്റെ ഉള്ള ഏരിയയിൽ ഇവിടുന്ന് മുതലാമറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു, ധാരാവിൻ്റെ ഏരിയ. ധാരാവി और जहाँ पे ना ये सब यही है एरिया, रेड कलर का जो दिख रहा है ना, सब वही है. ഗൈസ് അങ്ങനെ നമ്മൾ ബാന്ദ്ര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകു സൈഡിൽ ഒരുപാട്, അതായത് ചെറിയ ചെറിയ കുടിലുകളില്ല, നമ്മളെ ടെൻറ്റുകൾ, നമ്മളെ ഇതുപോലെ അതായത് കോളനികളില്ല, അങ്ങനെ ഒരുപാട് ഏരിയകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് വരുമ്പോൾ. അതിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഏകദേശം ഇത് കഴിഞ്ഞു. ഇത് നമ്മളെ ബാന്ദ്ര സ്റ്റേഷനാണ്. അത്യാവശ്യം കണ്ടതിൽ വെച്ചിട്ട് വലിയ സ്റ്റേഷൻ കാണുന്ന ഈ സ്റ്റേഷനാണ്. ഒരുപാട് വലിയ ഏരിയകൾ. ഗൈസ് അങ്ങനെ നമുക്ക് നമ്മളെ സ്റ്റേഷനെത്തി, അന്തേരി സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്ക് ഇറങ്ങണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ നടന്ന് അടുത്ത മെട്രോ പിടിക്കണം. ഞാൻ അപ്പയ്യ നെക്സ്റ്റ് മെട്രോ ആയണ, അടുത്ത മെട്രോ പിടിക്കണം. മെട്രോ പിടിച്ചിട്ട് നേരെ നമുക്ക് നമ്മളെ സ്റ്റേഷനിലേക്ക് പോകണം. ആ സ്റ്റേഷൻ്റെ പേര് എനിക്ക് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ അന്തേരി സ്റ്റേഷനിലെത്തി. നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തതിന് തോന്നുന്നു. അല്ലാണ്ട് നോർമലി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് അന്തേരിയിൽ നിന്ന് ആൾക്കാർ കയറാൻ വേണ്ടി നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോകണം പോലെ നമുക്ക്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മെട്രോ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക്. ഇതാ മെട്രോ സ്റ്റേഷൻ്റെ ടിക്കറ്റിംഗ് ഏരിയ. സെൽഫ് ടിക്കറ്റിംഗ് സോണുണ്ട്, പിന്നെ അതുപോലെ തന്നെ കൗണ്ടറിൽ പോയി എടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ആ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ വന്നില്ല. വെൽക്കം ടു മുംബൈ പറഞ്ഞെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് വീണ്ടും സ്റ്റെപ്പ് കയറണം. കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പ്ലാറ്റ്ഫോമിന് താഴെയാണോ മുകളിലാണോ അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഒരു സെക്യൂരിറ്റി പോയിൻ്റ് ഉണ്ട്. ഇവിടെ ബോംബെയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ എവരി പ്ലേസിൽ, അതായത് ഈച്ച് ആൻഡ് എവരി വൺ സ്ഥലത്തും ഇതുപോലെ തന്നെ മറ്റേ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. ആ ഹോട്ടലിൽ പോയാലും ശരി, ഒരു ഷോപ്പിംഗ് മാളിൽ പോയാലും ശരി, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്കാനെല്ലാം ചെയ്തിട്ട് ബാർകോഡ് ഉണ്ട്. ബാർകോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. അത് ദുബായിൽ കാർഡ് വഴിയാണ്. കാർഡ് പഞ്ച് ചെയ്താൽ ഇവിടെ ബാർകോഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് മൊബൈൽ ഓൺലൈനിൽ എടുത്തുകൊണ്ട് നമുക്ക് ബാർകോഡ് കിട്ടി. അത് സ്കാൻ ചെയ്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് വന്നു. ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബുക്ക് സ്റ്റാളാണെന്ന് തോന്നുന്നു ഇത്. ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ, പിന്നെ അതേണൊക്കെ ഒരുപാട് ടീ ഷോപ്പ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇത് കാണുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ബ്രോ ഒരു 1-2 ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. നമുക്ക് പിന്നെ ആ ശീലമില്ലാത്തതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് നോക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ബ്രോ 2 ബുക്ക് എടുത്തു. അതിൻ്റെ പേയ്മെൻ്റെല്ലാം ചെയ്ത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകൾ കാണുന്നുണ്ട് കേട്ടോ. മൊബൈലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീൻസും തുണികളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്.
മുകളിൽ മെട്രോ കാത്തു നിന്നിട്ട് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ കാത്തിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മെട്രോ വരുന്നുണ്ട് ഈ സൈഡിൽ നിന്നാണ്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് വിചാരിച്ചിന്. ഡ്രൈവർലെസ് അല്ല, ഡ്രൈവർ ഉണ്ട് ഇതിൽ. ദുബായ് മെട്രോയിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർലെസ് ആണ്, ആരും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ട്, നമുക്ക് ഏതിലാണ് കയറേണ്ടതെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ താഴേക്ക് പോകുകയാണ്. ഇനിയിപ്പോൾ നേരെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റൂമാണ്. പിന്നെ ഇവിടുന്ന് ക്യാബ് വിളിക്കണം, ക്യാബ് വിളിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നേരെ സ്റ്റേഷനിലേക്ക് ഇറങ്ങണം. അങ്ങനെ കയറിയ പോലെ തന്നെ വീണ്ടും സ്കാൻ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പയ്യൻ്റെ ഫോണിലാണ് മറ്റേ QR കോഡ് ഉള്ളത്, അത് സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, പയ്യ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് अच्छा हुआ कुछ मिलेगा उसमें? അപ്പോൾ ആ ടിക്കറ്റ് അതായത് സാധാ നമ്മളെ ഓൺലൈനിലാണ്ട് കൗണ്ടറിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ആണെങ്കിൽ ആഡ് ഇട്ടണമെന്നാണ് പറഞ്ഞത്. അതാണ് ചോദിച്ചത്, എന്തെങ്കിലും കിട്ടുമോ ഇനി സമ്മാന കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ അറിയില്ല. നമ്മൾ സമ്മാന കുപ്പിളൊക്കെ ഇടുന്നില്ലേ, അതുപോലെയാണ് സംഭവം കാണുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ നമ്മൾ സാക്കിനാക്ക ജംഗ്ഷൻ, സാക്കിനാക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ലാസ്റ്റ് മെട്രോ ഇറങ്ങേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ക്യാബ് വിളിച്ചിട്ടാണ് നേരെ റൂമിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് നമുക്ക് ക്യാബോ റിക്ഷയോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. റിക്ഷാമറ്റം കൂട്ടിയിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. നമുക്ക് അപ്പുറം ക്രോസ് ചെയ്ത് പോകണം. ഫുള്ള് മഴ പെയ്ത് വെള്ളം തന്നെ, സിഗ്നലോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പുറകെ തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. സീബ്ര ലൈനിൻ്റെ മുകളിലാട്ടോ വണ്ടി നിർത്തിയിട്ട്. പിന്നെ എങ്ങനെ നമ്മളത് കാണുന്നുണ്ട്? അത്യാവശ്യം വൺ സൈഡ് ട്രാഫിക് ഉണ്ട്, ഈ സൈഡിൽ ട്രാഫിക് ഉണ്ട്. പക്ഷെ ഇന്നങ്ങനെ വലിയ ട്രാഫിക് ഒന്നും പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ അതായത് ഓഫീസിൻ്റെ ടൈമിലൊക്കെ ഒടുക്കത്തെ ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോ അപ്പം ഈ റിക്ഷയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ റിക്ഷയിലാണ് നമ്മൾ നേരെ നമ്മൾ ഓഫീസിൻ്റെ ലൊക്കേഷനാണ് പറഞ്ഞത്, അങ്ങോട്ടേക്ക് പോകുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങി, റിക്ഷ ഇറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10-12 മണിയാകുമ്പോൾ പോയതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയതാണ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ 9-9:30 ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ട് ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകണം, കിടന്നുറങ്ങണം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഫുഡ് മസാല നല്ല മസാല, അതുപോലെ പീസ് പീസും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കേട്ടോ. കിങ് ഫിഷാന്ന് തോന്നി എനിക്ക് കണ്ടിട്ട്, പക്ഷേ എന്നാന്ന് കറക്റ്റ് അറിയാം. എന്തായാലും കഴിച്ചിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ റൂം ഓടിക്കണം.